ഹലോ എവരിവൺ, വെൽക്കം ടു ഓർത്തഡോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് മത്സരം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടെസ്റ്റ് മത്സരത്തിന് മുൻപ് തന്നെ അത്യാവശ്യം വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ പുള്ളി സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടികളിലാണ് ആരെങ്കിലുമൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുക, ടീം അംഗങ്ങളായിട്ട് വഴക്കുണ്ടാക്കുക, കൊളീഗ്സായിട്ട് വഴക്കുണ്ടാക്കുക, അപ്പുറത്തെ ടീമുകാരായിട്ട് വഴക്കുണ്ടാക്കുക. അപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിന് മുന്നത്തെ ദിവസം പിച്ച് ക്യൂറേറ്ററായിട്ട്, അതായത് ഇംഗ്ലണ്ട് ടീം ഒരുക്കിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഒരുക്കിയ പിച്ചിനെ ചൊല്ലി ക്യൂറേറ്ററായിട്ടായിരുന്നു പുള്ളി പ്രശ്നം ഉണ്ടാക്കിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ രാജ്യത്ത് കളി നടക്കുമ്പോൾ ആ ഹോം ടീമിന് അഡ്വാൻറ്റേജ് ആയിട്ടായിരിക്കും ക്യൂറേറ്റേഴ്സ് പിച്ച് ഒരുക്കുക കൂടുതലായിട്ടും. ഇവിടെ വേൾഡ് കപ്പിൽ പോലും സെമി ഫൈനലിലൊക്കെ പിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് BCCI. അപ്പോൾ ഇംഗ്ലണ്ടിന് അനുകൂലമായിട്ട് അല്പം പച്ച പരവതാനി വിരിച്ചൊരു പിച്ച് തന്നെയാണ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാനൊക്കെ പറ്റും. പണ്ടത്തെ പോലെ കുറച്ച് ഗ്രാസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒന്നല്ല ഇന്ത്യൻ ടീം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓപ്പണിംഗ് വിക്കറ്റ് കളിക്കാനായിട്ട് ആൾക്കാർ നമ്മുടെ ഉണ്ട്. ജയ്സ്വാളായാലും രാഹുലായാലും പിടിച്ച് നിൽക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രണ്ടുപേരും പെട്ടെന്ന് തന്നെ പുറത്താണ് ഉണ്ടായത്. അതും രാഹുലൊക്കെ പുറത്തായത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിക്കറ്റായിരുന്നു. ജയ്സ്വാളിന് ഈ എൻ്റയർ സീരീസ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇംഗ്ലണ്ട് ടൂറാണ്, അതുകൊണ്ടായിരിക്കും ഒരു മോശം സീരിയസ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഈ ഒരു 5 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഓവർസീസ് മത്സരങ്ങളിലൊക്കെ ജയ്സ്വാൾ നല്ലൊരു കൺസിസ്റ്റൻസി വന്നിരുന്നു. എന്തായാലും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഒരു മോശം ഫോം തന്നെയാണ്. ഓരോരുത്തരും ഫീൽഡിങ്ങിലും മിസ്റ്റേക്കുകളോ എല്ലാം കൂടി ഒരു മോശം സീരിയസ് ആയിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. എന്തായാലും രണ്ട് ടീമിലും നല്ല രീതിക്ക് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലെവലിൽ ഇപ്പോൾ ലീപോപ്പായിരുന്നു ബെൻ സ്റ്റോക്സിന് പരിക്കായതുകൊണ്ട് ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ജേക്കബ് ബീതൽ വന്നു, അതുപോലെ തന്നെ ആർച്ചർ ഉണ്ടായിരുന്നില്ല, ജോഷ് ടങ്ക് തിരിച്ചു വന്നു, അറ്റ്കിൻസണും അതുപോലെ തന്നെ ഓവർട്ടണും ഇംഗ്ലണ്ട് ടീമിലുണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിലോട്ട് വരുമ്പോൾ ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നില്ല, പ്രസിദ്ധ് കൃഷ്ണയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കരുൺ നായർക്ക് 5ാമത്തെ ടെസ്റ്റിൽ വീണ്ടും ഒരു അവസരം കിട്ടി. പേഴ്സണലി ആ ഒരു തീരുമാനത്തിൽ ഞാൻ പേഴ്സണലി ഭയങ്കര ഹാപ്പിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചാൻസ് കൂടി കിട്ടണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഒരു 4 മത്സരം കളിച്ച് എന്തായാലും ഇനി അദ്ദേഹം ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഇനി വരാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഓൾറെഡി 30+ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ അല്ലെങ്കിൽ സെലക്ഷൻ ബോർഡിൻ്റെ ഒക്കെ രീതി അനുസരിച്ചിട്ട് കൂടുതലായിട്ട് അങ്ങനത്തെ പ്ലേയേഴ്സിന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. അപ്പോൾ കരുൺ നായർക്ക് വീണ്ടും ഇനി ഇതിന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനി ഒരു ചാൻസ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം നല്ല ഒരു കിടിലൻ 50 എന്ന് തന്നെ പറയാം. കാരണം ബാക്കി ആരും വലിയ കാര്യമായിട്ട് സപ്പോർട്ടൊന്നും കൊടുക്കാതെ അത്രയും ഒരു ടഫായിട്ടുള്ളൊരു ബാറ്റിംഗ് കണ്ടീഷൻ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം നല്ല രീതിക്ക് ഒരു 50 റൺസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വാഷിംഗ്ടൺ സുന്ദറാണ് നില ക്രീസിൽ നിൽക്കുന്നത്. അല്പം സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയായിരുന്നു ഇന്ത്യക്ക് കിട്ടിയത്. രാഹുലും അതുപോലെ തന്നെ ജയ്സ്വാളും പെട്ടെന്ന് തന്നെ പുറത്തായി. പക്ഷേ ഗില്ലും സുദർശനും ഒരു ഘട്ടത്തിൽ സെറ്റിലായി എന്ന് തോന്നിച്ചൊരു സന്ദർഭത്തിലായിരുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റണ്ണൗട്ട്. എന്തായാലും റണ്ണൗട്ടിലൂടെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയെങ്കിൽ പോലും ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഒരു ഓവർസീസ് സീരീസിലെ ഹൈയസ്റ്റ് റൺ സ്കോർ, അതായത് സുനിൽ ഗവാസ്കറിൻ്റെ വലിയ 40 വർഷത്തിന് മുകളിലായിട്ട് ആരും ഇതുവരെ തകർക്കാത്ത റെക്കോർഡ് ഉണ്ടായിരുന്നു. അതാണ് ഗില്ല് മറികടന്നത്. എന്തായാലും ആ റണ്ണൗട്ട് ഭയങ്കര അൺഫോർച്ചുനേറ്റ് റണ്ണൗട്ട് തന്നെ ആയി. പിന്നീടൊരു വലിയൊരു പാർട്ട്ണർഷിപ്പുകളും കാര്യങ്ങളൊന്നും ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ലാസ്റ്റ് വിക്കറ്റിൽ നിലവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുമ്പോൾ 204 റൺസാണ് ഇന്ത്യയുടെ സമ്പാദ്യം. ജഡേജയുടെ ആയാലും അതുപോലെ തന്നെ ജുറലിൻ്റെ വിക്കറ്റായാലും ഒക്കെ അൺഎക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. നമ്മളാരും ഇത്രയും പെട്ടെന്ന് പുറത്താണെന്ന് വിചാരിച്ചില്ല. ജഡേജയ്ക്ക് അത്രയും ടച്ചിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിച്ചിൻ്റെ കണ്ടീഷൻസ് വളരെ ബോളിംഗ് ഫ്രണ്ട്ലി തന്നെയാണ്. അപ്പോൾ അത് മാക്സിമം ഇംഗ്ലണ്ട് ബോളേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എക്സ്ട്രാ റൺസും വൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അത്രയും നല്ല രീതിക്ക് മൂവ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്നലെ അത്രയധികം എക്സ്ട്രാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന്. എന്തായാലും ഈ ഒരു പിച്ചിൽ 300+ അല്ലെങ്കിൽ 400-നടുത്തൊക്കെ റൺസ് വരാൻ ഫസ്റ്റ് ഇന്നിങ്സിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭീകര ടോട്ടലായിട്ട് തന്നെ മാറും. കാരണം അത്രയും ടഫ് കണ്ടീഷനാണ് ബാറ്റ് ചെയ്യാൻ. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ പിച്ച് കുറച്ചുകൂടി ബാറ്റിംഗ് ഫ്രണ്ട്ലി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ടോസ് നഷ്ടപ്പെടുത്തിയത് തന്നെയാണ് ഇന്ത്യക്ക് ഒരു അടിയത് തന്നെ പറയാം. ഇന്ത്യ കണ്ടിന്യൂസ്ലി 15ഓളം മത്സരങ്ങളായിട്ട് ടോസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇംഗ്ലണ്ടിന് പിച്ചും അതുപോലെ തന്നെ ഭാഗ്യം നല്ല രീതിക്ക് തുണച്ചെന്ന് പറയാം. എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ ബോളേഴ്സിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് ഇന്ത്യക്ക് അല്പം തുണയായിട്ടുണ്ട്. ഒരുപാട് ലൂസ് ബോളുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജിലാണ് ഇന്ത്യ ഇത്രയും റൺസ് അടിച്ചത് തന്നെ. അറ്റ്കിൻസൺ ആയാലും ഓവർട്ടൺ ആയാലും ഒക്കെ നല്ല രീതിക്ക് ലൂസ് ബോളും കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ് വോക്സിന് പരിക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹം റിയോ ഇല്ലയോ എന്നൊന്നും നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇന്ത്യക്ക് ഇന്ന് അല്പം നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഒരു 400-നടുത്ത് സ്കോർ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടോട്ടലായിട്ട് മാറും. സ്റ്റിൽ ഇംഗ്ലണ്ടിന് അതിന് മുകളിലോട്ട് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേയിലൊക്കെ പിച്ച് കുറച്ചുകൂടിയും ബാറ്റിംഗ് ഫ്രണ്ട്ലി ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇനിയുള്ള വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കി കാണാം. നമുക്ക് ബാക്കി അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ വിടുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിനെ പറ്റിയിട്ടായാലും അതിൽ ബോളിങ്ങിനെ പറ്റിയിട്ടായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ കോച്ചിൻ്റെ ചില തീരുമാനങ്ങളും അല്ല അദ്ദേഹത്തിൻ്റെ പിച്ചിന് പുറത്തുള്ള കാര്യങ്ങളെല്ലാത്തിനും പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മളത് നോക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.